ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റൂ കേട്ടോ. ഇന്ന് നമ്മൾ തക്കാളി ഇട്ട ഒരു മോരുകറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊന്നുണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ മാത്രമേ തയ്യാറാക്കുള്ളൂ കേട്ടോ. അത്ര രുചികരമായ ഒരു തക്കാളി മോരുകറിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാവേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരപ്പങ്ങ് തയ്യാറാക്കി വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ജീരകവും എടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ജീരകമാണ്, അതായത് ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 3 കറിവേപ്പില ഇലയും കൂടി എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായി അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതിലേക്ക് അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, എങ്കിലേ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു മിക്സി ജാർ കഴുകി കുറച്ച് മാത്രം വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതേ ആ അരപ്പരച്ച മിക്സി ജാറിലേക്ക് നമ്മൾ കുറച്ച് തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മോരുകറി തയ്യാറാക്കാവേ. അത് നമ്മൾ ഈ ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുള്ളേ. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചെറുതായി അരിഞ്ഞിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരേ ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വലിയൊരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കാളി നന്നായി ഒന്ന് വഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് മാത്രമേ ആദ്യം ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആ അരപ്പ് നന്നായിട്ടൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച ശേഷം മാത്രമാണ് നമ്മൾ മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തിള വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു മോരും കൂടി അടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മോര് ആ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊന്ന് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ നമ്മൾ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം താളിച്ചൊഴിക്കുകയും കൂടെ മാത്രം മതി കേട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തക്കാളി ഇട്ടൊരു മോരുകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരിക്കലും തക്കാളി ഇട്ട് ഇതുപോലെ ഒരു മോരുകറി ഉണ്ടാക്കിയാൽ പിന്നെ ഒരിക്കലും മറ്റൊരു മോരുകറി നിങ്ങൾ ഉണ്ടാക്കില്ല കേട്ടോ. അത്രയ്ക്ക് രുചിയായിട്ടുള്ളൊരു മോരുകറിയാണ്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികൾക്കൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ച് കൊടുത്തു വിടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. Thank you for watching. Bye.